വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ആ ഒരു കാര്യം രേഖപ്പെടുത്തണം. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സിൽ നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് പഠിച്ചു പോകാം. ഇന്നത്തെ ദിവസം നമ്മൾ അക്കൗണ്ടിങ്ങിൽ ബാക്കിയുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ടിങ് കൺവെൻഷൻസ്, അതായത് ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് കോൺവെൻഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഫോളോഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ സാധാരണയായി ഫോളോ ചെയ്യുന്ന ചില കൺവെൻഷൻ, കസ്റ്റം, ട്രഡീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അക്കൗണ്ടിങ്ങിലും അതുപോലെ തന്നെ ചില ട്രഡീഷൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കൺവെൻഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കൺവെൻഷൻസിനെയാണ് നമ്മൾ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. First one is convention of consistency. Convention follows that accounting procedures or practices should remain the same from one year to another. നമ്മൾ ഓരോ വർഷവും നമുക്ക് അതിൽ മാറ്റം വരുത്താതെ നമുക്ക് എല്ലാ വർഷവും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻ കോൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. That means that the methods adopted in one accounting year should be followed year after year. ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഫോളോ ചെയ്യുന്നത് നമുക്ക് അടുത്ത വർഷവും ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് പറയാം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം അല്ലേ. അങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ ഫസ്റ്റ് വരുന്നതാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസമാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോക്ട്രീൻ ഓഫ് പ്രൂഡൻസ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ അക്കൗണ്ടൻറ്റ് ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഇൻകം ബട്ട് ഷുഡ് മേക്ക് പ്രൊവിഷൻ ഫോർ ഓൾ പോസിബിൾ ലോസസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഒരു അക്കൗണ്ടൻറ്റ് ഇൻകം ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്, പക്ഷേ നമ്മളെപ്പോഴും ലോസിനൊരു പ്രൊവിഷൻ വെക്കണം. നമുക്കറിയില്ല നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അല്ലേ. ദ കൺസർവേറ്റിസം ഈസ് ദ ഡിഫെൻസീവ് അക്കൗണ്ടിങ് മെക്കാനിസം എഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. ഇറ്റ് കമ്പൽസ് ബിസിനസ്മാൻ ടു വിയർ എ റിസ്ക് പ്രൂഫ് ജാക്കറ്റ്. അതായത് എപ്പോൾ വേണമെങ്കിലും റിസ്ക് അറൈസ് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ദെൻ കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. According to this principle, only material or important fact about business are to be disclosed through the financial statement. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്റ്റ് മാത്രമേ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഓൾ അതർ അൺഇമ്പോർട്ടൻ്റ് ഓർ ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഷുഡ് ഐദർ ബി ടോട്ടലി ഇഗ്നോർഡ് ഓർ റെക്കോർഡഡ് ആസ് ഫുട് നോട്ട് ഓർ മെർജ്ഡ് വിത്ത് ഇമ്പോർട്ടൻ്റ് ഐറ്റം. അൺഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളത് ഫുട് നോട്ടായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ദെൻ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. The objective of accounting is to provide true and accurate information. That is convention of full disclosure. We should disclose the information that should be accurate. Accurate ആയ ഇൻഫോർമേഷൻ മാത്രമേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. ദേ ഷുഡ് നോട്ട് ബി മിസ്ലീഡിങ്. നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷനിലൂടെ പബ്ലിക്കിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദാറ്റ് ഈസ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിളാണ് നമ്മുടെ അക്കൗണ്ടിങ് കേസിൽ വരുന്നത്. അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, സെക്കൻഡ് വൺ ഈസ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, തേർഡ് വൺ കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ആൻഡ് ഫോർത്ത് വൺ ഈസ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ദെൻ അക്കൗണ്ടിങ് സിസ്റ്റംസ്, ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ നമുക്ക് ക്യാഷ് സിസ്റ്റം, മെർക്കൻറ്റൈൽ സിസ്റ്റം, ഹൈബ്രിഡ് ഓർ മിക്സഡ് സിസ്റ്റം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. വാട്ട് ഈസ് ക്യാഷ് സിസ്റ്റം? Under this system, transactions relating to actual cash receipts and actual cash payments are recorded. ക്യാഷ് പർച്ചേസസും ക്യാഷ് സെയിൽസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ക്യാഷ് സിസ്റ്റം.
Mercantile system, it is also known as accrual system. Under this system, all transactions relating to a particular period ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. Hybrid or mixed system, under this system, accounting, revenues and assets are recorded on cash basis. നമ്മൾ ക്യാഷ് ബേസിസിലാണ് ഇവിടെ റവന്യൂസും അസറ്റ്സും എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. While expenses and liabilities are recorded on mercantile system. എക്സ്പെൻസസ് ആൻഡ് ലാബിലിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് മെർക്കൻറ്റൈൽ സിസ്റ്റത്തിലാണ്. അങ്ങനെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെ നമുക്ക് ക്യാഷ് സിസ്റ്റം, മെർക്കൻറ്റൈൽ സിസ്റ്റം, ഹൈബ്രിഡ് ഓർ മിക്സഡ് സിസ്റ്റം എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ആൻഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം വളരെ ചെറിയൊരു പാർട്ട് മാത്രമേ നമ്മൾ എടുത്തു പോകുന്നുള്ളൂ. കാരണം ഒരുപാട് പേര് അക്കൗണ്ടിംഗ് ബേസ് ഇല്ലാത്തവർ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു ദിവസം എടുക്കുന്ന സമയത്ത് പഠിക്കാനും നോട്ട് എഴുതാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ ടോപ്പിക്കുകളായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടോ, ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പ്രത്യേകമായിട്ട് ക്ലാസ്സുകൾ വേണമെങ്കിൽ, അക്കൗണ്ടിംഗ് ആണ് പറയുന്നത്, അക്കൗണ്ടിങ്ങിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് അറിയാത്തതോ കൺഫ്യൂഷനായിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ തന്നെ ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.